ഹായ്, ഇനി ഞാൻ വന്ന കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങിച്ച്. അപ്പോൾ എൻ്റെ സ്കിന്ന് ഫുൾ ഡാമേജ് ആയിട്ടുള്ള അത് അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം എയർപോർട്ടിൽ നിന്ന് ആ സമയത്തൊന്നും ഞാൻ മുഖം കഴുകിയിട്ട് പോലും ഇല്ല. അവിടെ വാഷ്റൂം ഉണ്ട്, പക്ഷേ ഫേസ് വാഷും ഒക്കെ ബാഗിലാവുന്നൊന്നും കഴുകാൻ പറ്റില്ല. പിന്നെ ആണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ച് സ്കിൻ കെയർ ഒക്കെ വെച്ച സാധനം ഈ ബാഗ് മിസ്സായി. അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഞാൻ പുതിയ കുറച്ചെണ്ണം വാങ്ങിക്കാണ്. അപ്പോൾ അത് കുറച്ചെണ്ണം ഉണ്ട്, അത് അൺബോക്സ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ 3 തവണയായിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഓരോന്ന് വന്നപ്പോൾ ഞാൻ ഇതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാം വന്ന് ഒന്ന് തുറന്ന് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയോ ഒക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഇതെൻ്റെ അനിയൻ തുറന്ന്. ഇത് ഒരു സൺസ്ക്രീനാണ്. ഇത് വന്നപ്പോൾ ഞാൻ വീട്ടിലില്ലായിരുന്നു, പക്ഷെ അപ്പോഴത്തേക്ക് ഇപ്പം ഇത് തുറന്ന് എന്താന്നൊക്കെ നോക്കി. പക്ഷെ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല. ഇത് എൻ്റെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത സൺസ്ക്രീനാണ്, UV ഡോക്സിൻ്റെ. ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അടിപൊളി സൺസ്ക്രീനാണ്. ഇതാണ് ആ സൺസ്ക്രീൻ. സൺസ്ക്രീൻ ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ ഇതന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ആദ്യത്തെ ബോക്സ് തുറന്ന് നോക്കാം. ഇതിലെന്താണെന്ന് എനിക്കറിയില്ല. തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ എല്ലാവരും കണ്ടോ, അത് ഇത് മുന്നേ ഉള്ള പ്രൊഡക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. സെറ്റഫിലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. കാണുന്നുണ്ടോ മര്യാദയ്ക്ക് എനിക്കറിയില്ല. സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസർ ഇത് ആദ്യമായിട്ടാണോ ഇവരിറക്കുന്നത്? സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസർ ഇറക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതിങ്ങനെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ കണ്ടത് നല്ല രസമുണ്ട് കാണാൻ. ഇതെങ്ങനെയാ സ്മെല്ല് എനിക്കറിയില്ല. നോക്കട്ടെ. ഇതെന്താ ഇതെങ്ങനെ തുറക്കും എനിക്കറിയില്ല. ഇതെങ്ങനെ തുറക്കും? ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു മണമൊന്നും ഇല്ലാത്ത മോയ്സ്ചറൈസറാണ്. നല്ലതായാൽ അറിവിരിക്കും, കാരണം ഇത് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണല്ലോ. അത് നല്ലതാവും നമുക്ക് വിചാരിക്കാം. ഇനി ഇതിലെന്തായാലും നോക്കട്ടെ. ഇതൊരു ഡബിൻ്റെ ഒരു ഹെയർ സെറാണ്. ഇത് എൻ്റെ മുടി ഭയങ്കര ഫ്രിസി. എൻ്റെ മുടി ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയായിരിക്കും, ഭയങ്കര സിൽക്കി ആയിട്ടുള്ള മുടിയായിരുന്നു. പക്ഷേ ഞാൻ UK പോയതിനു ശേഷം അവിടുത്തെ ക്ലൈമറ്റ് ആണോ എന്താണെന്ന് അറിയില്ല, മുടി ഭയങ്കര ഫ്രിസി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഹെയർ സെറം വാങ്ങിക്കാമെന്ന്. ഞാൻ ആദ്യമായിട്ട് ഒരു ഹെയർ സെറം വാങ്ങുന്നത്. ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ വാങ്ങുമ്പോൾ സ്ട്രീക്സിൻ്റെ ആണ് തോന്നുന്നത്, അത് ഞാൻ നോക്കിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഹെയർ സെറം ഇതുവരെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പം അത് നോക്കണം. ഇനി അടുത്ത ബോക്സ് നോക്കാം. ബോക്സിനുള്ളിൽ വേറൊരു ബോക്സ്. എനിക്ക് തോന്നുന്ന ഇത് ഓർഡിനറിൻ്റെ സാലിസിലിക് ഗ്ലൈക്കോൾ ആസിഡാണ്, ടോണറാണ്. ഇത് ഞാൻ കുറേ ആൾക്കാർ റിവ്യൂ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുഖം ഫുൾ കൊളായതാണല്ലോ, അപ്പോൾ ഇത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൽ വേറെ സാധനം കൂടെ ഉണ്ട്, മാക്കിൻ്റെ ലിപ്സ്റ്റിക്ക്. കാരണം ഞാൻ ഒരു മാക്കിൻ്റെ ലിപ്സ്റ്റിക്ക് മുന്നേ വാങ്ങിയത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അത് ഞാൻ അവിടെ വെച്ച് പോന്നു, അതായത് എയർപോർട്ടിൽ ആ ബാഗ് ഇട്ട് പോന്നു. അപ്പം ഒരു മിനി ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. മാക്കിൻ്റെ ഇതിൻ്റെ ഡിവ ആണ് കളറ്. കുഴപ്പമില്ല, നല്ല കളറാണെന്ന് തോന്നുന്നു. എനിക്ക് ഡാർക്ക് കളറാണ് വേണ്ടത്, മറ്റേതൊരു ലൈറ്റ് കളറായിരുന്നു. അപ്പോൾ ഒരു ഡാർക്ക് കളർ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ച്. ഇതാണ് ലാസ്റ്റ് ബോക്സ് തുറക്കാം. ലാസ്റ്റ് ഇതാണ് പറഞ്ഞത്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ജോൺസൺസ് ബേബി ഓയിലാണ്. ഈ കുറേ ഇങ്ങനെ ഗ്ലോ വീഡിയോസൊക്കെ ഉണ്ടാവില്ല ഇംഗ്ലീഷ്കാരൊക്കെ, അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഈ നല്ല നമ്മൾ ഫുൾ ടൈം നല്ല സ്മെല്ലുണ്ടാവാൻ വേണ്ടിയിട്ട് ജോൺസൺസ് ബേബി ഓയിലിൻ്റെ ഓയിൽ എടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ പെർഫ്യൂം ആക്കിയിട്ട് ഇങ്ങനെ തേക്കുകയാണെങ്കിൽ ഓൾ ഡേ
നമ്മൾ നല്ല മണമായിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇതിന് കുറച്ച് ചെറിയ പൈസയേ ഉള്ളൂ. പിന്നെ ഞാൻ സെറ്റഫീലിൽ തന്നെ ഒരു ഇത് വാങ്ങിച്ചു, ക്ലെൻസർ, ഓയിലി സ്കിൻ ക്ലെൻസറാണ്. പക്ഷെ എൻ്റെ ഇപ്പോൾ ഓയിലി സ്കിൻ ഒന്നുമില്ല, ഡ്രൈ സ്കിൻ ആയിരുന്നു എനിക്ക് തോന്നിയത്. ഇവിടെ നിന്ന് പോകുമ്പോൾ വരെ ഓയിലി സ്കിൻ ആയിരുന്നു. പിന്നെ ഒരു നൈറ്റ് ക്രീം അല്ല, സെറാവീൻ്റെ ഒരു മോയ്സ്ചറൈസറും കൂടെ വാങ്ങിച്ച്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ നൈറ്റിന് വാങ്ങിച്ചത്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഇനി എങ്ങനെയായിരിക്കും, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ഞാൻ പറയാം. ഇതാണ് ഞാൻ മെയിനായിട്ട് ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളത്. ഇത് മീൻസ് നല്ല ഫലം കിട്ടിയിട്ടുണ്ടെന്ന് പലരും പറയുകയും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഞാൻ ട്രൈ ചെയ്തിട്ട് നിങ്ങളോട് പറയാം ഇങ്ങനെയുണ്ട് ഇതിൻ്റെ ഗുണങ്ങളെന്ന്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് വീഡിയോ.